അപ്പം എന്താ പറയുക, ഒത്തിരി ദിവസമായി ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടല്ലേ. അപ്പം ഇന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സോഷ്യൽ മീഡിയ കുറച്ച് ദിവസമായിട്ട് കണ്ടുവരുന്നൊരു കാര്യമായിരുന്നു. നമ്മുടെ ജിൻഡോ കാശ് മേടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂവിലും ഒക്കെ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു കിംവദന്തി ചില യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നു. ജിൻഡോയെ അറിയാമല്ലോ, നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 വിജയ്. അപ്പം ജിൻഡോ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചില ചാനലുകൾ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു. പലരോടും ചോദിക്കുന്നത് കേട്ടു. ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നു, ജിൻഡോ കാശ് മേടിച്ചുകൊണ്ടാണ്, ഞങ്ങളെപ്പോലുള്ള ചാനലുകളാണ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്തത്, ഇപ്പം ജിൻഡോ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജിൻഡോയെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിൻഡോയെ അങ്ങ് തിരക്കിയാലും ചെല്ലാറില്ല. ഇപ്പോൾ അദ്ദേഹത്തെ തിരക്കി ആൾ ചെല്ലുന്നുണ്ട്, കാശ് മേടിച്ചുകൊണ്ട് അതേ ഇൻ്റർവ്യൂ കൊടുക്കുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്. കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് ജിൻഡോ തിരക്കി ആരെങ്കിലും പോവും? ഇല്ല. കാശ് കൊടുക്കുമോ? ഇല്ല. അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ല, കാറ്റുള്ളപ്പം പാറ്റുക എന്ന് പറയുന്ന രീതി തന്നെ. കാറ്റില്ലാത്തപ്പം പാറ്റിട്ട് യാതൊരു കാര്യമില്ല. അപ്പം ജിൻഡോയുടെ ഒരു ടൈമാണ്. ജിൻഡോ സീസൺ 6 വിജയാണ്. ജിൻഡോ തിരക്കി ഇപ്പോൾ ആൾ വരും. ഇപ്പം അതുകൊണ്ടാണ് പല യൂട്യൂബ് ചാനലുകളൊക്കെ ജിൻഡോയെ കാണാനും അവിടെ പോയിട്ട് സംസാരിക്കാനും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ ജിൻഡോയെ കാണാൻ ആരുമില്ല, ജിൻഡോയുടെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ ആരും പോകത്തില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത്, ഫെയിമിനനുസരിച്ചുള്ള കാശ് ചോദിക്കുക, അത് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ഇൻ്റർവ്യൂ നടത്തുന്നവരോ അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്തുന്നവരൊക്കെയാണ്. അപ്പം ഇതിനിടയിൽ തൊപ്പി ജിൻഡോയെ പറ്റി ഒരു ആക്ഷേപമൊന്നുമല്ല, ജിൻഡോ തൊപ്പിയുടെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 8 ലക്ഷം രൂപയോളം ചിലവായി എന്ന് പറയും. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. 8 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഏതായാലും തൊപ്പി ആ ലൈവിൽ പറഞ്ഞതാണ്. പക്ഷേ ജിൻഡോയോട് ഒരു ചാനലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 8 ലക്ഷം രൂപ നമ്മുടെ തൊപ്പി കൂടി തന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിൻഡോ അതിനുള്ള മറുപടി പറഞ്ഞത് 5 ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 5 ലക്ഷം രൂപയൊക്കെ കിട്ടി ഒരു ഇൻ്റർവ്യൂ ലൈവിലൊക്കെ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത്. ജിൻഡോ പങ്കെടുത്തു. അദ്ദേഹത്തിന് ടൈം വേസ്റ്റ് അനുസരിക്കുന്നതിനനുസരിച്ച്, ഞാനത് പറഞ്ഞില്ലേ, ഒരാളുടെ ഫെയിമിനനുസരിച്ചാണ് അയാൾക്ക് കാശ് കിട്ടുന്നത്. അത് കുറച്ചാൾ ഇനിയും ഈ സീസൺ 6 മുമ്പ് ജിൻഡോയെ ഇങ്ങനെ 8 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് ജിൻഡോയെ പിടിച്ചിട്ട് ലൈവിലിരുത്തും? ഇല്ല. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിംഗ് കൊണ്ട് അദ്ദേഹം ആ സീസണിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാശ് കിട്ടി. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ചിലവർ ഡോക്ടർ റോബിനുമൊക്കെ ആയിട്ട് തുലനപ്പെടുത്തി കണ്ടു. എനിക്ക് അത് രണ്ട് വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 150 ഉദ്ഘാടനത്തിലൂടെ പങ്കെടുക്കും, 60 ഇതിനു വേണ്ടി മാത്രമേ കാശ് വാങ്ങിയിട്ടുള്ളൂ. അദ്ദേഹം റീൽസിന് കാശ് മേടിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണക്ക് 1 ലക്ഷം രൂപ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. 3 ലക്ഷം രൂപ മുതൽ അദ്ദേഹം ഉദ്ഘാടനത്തിനൊക്കെ മേടിച്ചു, ബാക്കി ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തതാണെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇൻ്റർവ്യൂവിനൊക്കെ ഒരു ദിവസം തന്നെ രാത്രി 12 മണിക്ക്, 1 മണിക്ക്, 2 മണിക്കൊക്കെ ഇൻ്റർവ്യൂ പങ്കെടുത്ത ദിവസമുണ്ട് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂ പങ്കെടുത്തതും ഉദ്ഘാടനത്തിന് പങ്കെടുത്തതും ഒരു ബിഗ് ബോസ് താരമെന്ന നിലയിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെയായിരിക്കും. അപ്പം അദ്ദേഹം ചിലതിനൊക്കെ കാശ് മേടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊന്നും വാദിച്ചിട്ട് കാര്യമില്ല. പിന്നെ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയെന്ന് തോന്നും. പലതും അങ്ങനെ തന്നെയാണ്. അന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയൊക്കെ വിമർശിക്കാണ്ടായിരുന്നു. ഞാനിപ്പോഴും ആലോചിക്കുന്നു, ഡോക്ടർ റോബിൻ എവിടെയെങ്കിലും ഉദ്ഘാടനത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹം 2 ദിവസം മുമ്പ് തന്നെ ഇന്നടത്ത് ഉദ്ഘാടനമുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആരാധകരും അതിലെ കൂടുതൽ യൂട്യൂബ് ചാനലുകളും ഒക്കെ പോയി. അവർക്ക് ആവശ്യം കണ്ടൻറ്റുകളായിരുന്നു. അപ്പോൾ ആ കണ്ടൻറ്റുകൾ ആവശ്യത്തിന് അവരവിടെ പോകുന്നു. ഡോക്ടർ റോബിൻ അവർക്ക് വേണ്ടി പ്രത്യേകം ടൈം കണ്ടെത്തി സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഇൻ്റർവ്യൂ പങ്കെടുക്കുമ്പോൾ തന്നെ ഈ ചെറിയ യൂട്യൂബ് ചാനലുകൾക്ക് വേണ്ടി സംസാരിക്കാറുമുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടൻറ്റാക്കി. പിന്നെ ആ ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഡോക്ടർ റോബിൻ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങുകളിലെ
വീഡിയോകളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിന് ഡോക്ടർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഡോക്ടർ യൂട്യൂബ് ചാനൽ എന്താണ് തുടങ്ങാത്തത് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം ഡോക്ടർ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇതുപോലെ ഒരു ചെറിയ ചെറിയ ചാനലുകളുണ്ട്, അവർ ജീവിച്ചു പോട്ടെ, ഞാനായിട്ട് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിലൂടെയല്ല എന്നെ വളർത്തിക്കൊണ്ട് വന്നത് ഈ യൂട്യൂബ് ചാനലുകളൊക്കെയാണ്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, ഞാൻ മൂലം എന്തിനില്ലാതാക്കുന്നു എന്നാണ് ഡോക്ടർ. അതാണ് ഡോക്ടർ, ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഇപ്പം ജിൻഡോയെ വളർത്തിക്കൊണ്ട് വന്നത് യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഡോക്ടർ റോബിനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷയം. അവർ അവിടെ ഹാർഡ് വർക്കായിട്ട് നല്ലതാണെങ്കിൽ ചെയ്തു. അപ്പം നല്ല രീതിയിൽ അവർ ചെയ്ത് കഴിയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തതെന്നേ ഉള്ളൂ. ഇപ്പം ഡോക്ടർ റോബിനെയോ ജിൻഡോയോ ഒന്നും യൂട്യൂബ് ചാനലുകൾ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ ഇത്രയും ഫെയിമൊന്നും കിട്ടത്തില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും അല്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ആൾക്കാർ ഇഷ്ടപ്പെടാത്തവരെ സപ്പോർട്ട് ചെയ്താൽ എങ്ങും എത്തത്തില്ല. അപ്പം കണ്ടൻ്റാണ് യൂട്യൂബ് ചാനലുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകളിൽ ആവശ്യം. അപ്പം അവർ എവിടെയാണ് ജനപ്രീതി ഉള്ളതെന്ന് വെച്ചാൽ അവിടെ തേടി പോകുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഡോക്ടർ റോബിനെ പോലെ എല്ലാവരും പെരുമാറണം. ഉദ്ഘാടനം പങ്കെടുക്കുമ്പം എല്ലാ ചാനലുകളെയും വിളിച്ചു നിർത്തി അരമണിക്കൂറോളം സംസാരിക്കണമെന്നൊന്നും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാര്യം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ. എനിക്കൊന്ന് സീസൺ 5 അഖിൽമാരാർ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഫെയിം നന്നായി വിറ്റ് കാശ് മേടിച്ചൊരു മത്സരാർത്ഥിയാണെന്ന് തോന്നുന്നു. നമുക്ക് അദ്ദേഹം ഉദ്ഘാടനത്തിനൊക്കെ പങ്കെടുക്കുകയും അതുപോലെ അങ്ങനെയൊക്കെയുള്ളത് പല യൂട്യൂബ് ചാനലുകളൊന്നും അറിയിക്കാതാണ്. അദ്ദേഹം തൻ്റെ ഇൻസ്റ്റയിലും തൻ്റെ യൂട്യൂബിലും ഒക്കെയാണ് സ്റ്റോറി ഇട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ എല്ലാവരും ഡോക്ടർ റോബിനെ പോലെ പെരുമാറി. ഡോക്ടർ റോബിൻ ഇങ്ങനെ പെരുമാറിയില്ലേ, ഡോക്ടർ റോബിൻ ഞങ്ങളോട് പറഞ്ഞിട്ടല്ലേ പോകുന്നത്, ഡോക്ടർ റോബിൻ എവിടെയെങ്കിലും കല്യാണത്തിന് പോയാലും ഞങ്ങൾ അറിയുന്നുണ്ട്, ഞങ്ങൾ കണ്ടൻറ് ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ പെരുമാറണമെന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓരോ മനുഷ്യൻ്റെ ഓരോ രീതിയാണ്. ഇനിയിപ്പോൾ അടുത്ത സീസൺ ആകുമ്പം അടുത്ത മത്സരത്തിൽ വിജയം എന്ന് പറഞ്ഞാൽ ഇപ്പം സ്വാഭാവികമായിട്ട് അവരുടെ കണ്ടൻറ്റുകളെല്ലാം തന്നെ അവർ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വിൽക്കാനേ ശ്രമിക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ഫെയിം ഉള്ളപ്പോഴേ ഈ വിറ്റ് കാശാക്കാൻ പറ്റത്തുള്ളൂ. കാശാണ് ആവശ്യം. അപ്പം അത് ഡോക്ടർ റോബിൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യരുത് എന്ന് നിർബന്ധ ബുദ്ധിയൊന്നും ആരും പിടിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയാണ്. അപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നതാണ്, ജിൻഡോ ഇങ്ങനെ കാശ് മേടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്, ജിൻഡോ സാധാരണ യൂട്യൂബ് ചാനലുകളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയുള്ള ടോക്ക് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജിൻഡോയ്ക്ക് ജിൻഡോയുടെ വഴി. ഞാൻ പറഞ്ഞില്ലേ, ജിൻഡോയെ ഇനിയും സീസൺ 5 ഇനിയും 2-3 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിൻഡോയെ തിരക്കി ആരും പോകാറില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫെയിം തീരുമ്പോഴത്തേന് കാശ് അങ്ങോട്ട് കൊടുത്ത് അദ്ദേഹത്തോട് സംസാരിക്കും ഇല്ല. ഇപ്പം അദ്ദേഹത്തിന് കാശ് കൊടുത്ത് സംസാരിച്ച് കഴിഞ്ഞാലും കാണാൻ ആളുണ്ട്. ഇപ്പം നമ്മളൊരു കാശ് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലാഭം കിട്ടുന്നതുകൊണ്ടാണ് കാശ് കൊടുക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ ആര് കാശ് കൊടുക്കും? അതും കൂടെ ആലോചിക്കുക. അപ്പം അദ്ദേഹത്തിന് ഫെയിമുണ്ട്, അദ്ദേഹത്തിന് മാർക്കറ്റുണ്ട്. അപ്പം അതിനനുസരിച്ച് അദ്ദേഹം വിറ്റ് കാശ് മേടിക്കുന്നതേ ഉള്ളൂ. അതിന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ചില ചാനലുകളും കുറ്റം പറയുന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഓരോ രീതിയിൽ. അപ്പം സീസൺ ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്കിപ്പം തോന്നുന്നു ഇപ്പം എല്ലാവരും സ്വന്തമായിട്ട് ചാനലുണ്ടാക്കാനും അതിലൂടെ തങ്ങളുടെ കണ്ടൻറ്റുകൾ വിറ്റഴിക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. അവർക്ക് ഇതെല്ലാം മനുഷ്യരെല്ലാം സാധാരണക്കാരാണ്. ഇപ്പം നമ്മൾ സീസൺ 5 1 തൊട്ട് എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം സാധാരണ ആൾക്കാരാണ്. ചില സിനിമാടന്മാരൊക്കെ ഉള്ളൂ വന്നത് എല്ലാവരും അറിയപ്പെടുന്നത്. ബാക്കി എല്ലാവരും നാട്ടുകാർ അറിയപ്പെടാത്ത എല്ലാവരും പെട്ടെന്ന് ഉയർന്നു വരികയാണ്. അപ്പം അവർക്ക് ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ കാണുമ്പോൾ അവർക്ക് എന്തിനാണ് ജീവിതം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അവർക്കൊരു ജീവിതമുണ്ട്, അതിന് കാശ് വേണം. കാശ് അവരുടെ തന്നെ ഫെയിം വിറ്റ് കാശ് മേടിക്കുന്നു. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യൂട്യൂബ് ചാനലുകൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവർ കണ്ടൻറ്റുകൾ കണ്ടെത്തണം. ഇപ്പം ഞാൻ കണ്ടതില്ലേ, ഞാൻ ഇതിൽ നിന്നൊരു കണ്ടൻറ്റ് കണ്ടെത്തി. ഇതേപോലെ കണ്ടൻറ്റുകൾ കണ്ടെത്തുക, അത് വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു വഴി. അല്ല ജിൻഡോ കാശ് മേടിക്കുന്നു അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ഡോക്ടർ റോബിൻ കാശ് മേടിച്ചില്ല അതിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും അതിൻ്റേതായ രീതി. ഡോക്ടർ റോബിനെ പോലെ തന്നെ ജിൻഡോയും അഖിൽമാരും ഒക്കെ പെരുമാറണമെന്നും
അഖിൽമാരാറിനെ പോലെ ഡോക്ടർ റോബിനും ജിൻഡോയൊക്കെ പെരുമാറണം. തിരിച്ച് ഒന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ വ്യക്തിത്വമുണ്ട്, അതാണ് അവർ ഉൾപ്പെടുത്തുന്നത്. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബായ്.